ചെമ്മൻ കാരശ്ശേരി, ഇവിടെ ഈ പറയുന്ന ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഉണ്ട്. മാത്രമല്ല കുടുംബശ്രീ പോലെ ഒരു വലിയ പ്രസ്ഥാനം കേരളം, ഇപ്പം നമ്മൾ ഭരിക്കുന്ന സർക്കാരുകളെ നമ്മൾ വിമർശിക്കാറുണ്ട്, കുറ്റം പറയാറുണ്ട്. എന്നൊക്കെ പറയുമ്പോൾ പോലും കുടുംബശ്രീ എന്ന് പറയുന്ന അതിബൃഹത്തായ ഒരു സംവിധാനം കേരളത്തിനുണ്ട്. 46 ലക്ഷം അംഗങ്ങളായ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധം സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അവിടെയുണ്ട്. ഗുജറാത്തിൽ നിന്നും ഒരു ടീം ഇവിടേക്ക് വന്ന് ഈ കുടുംബശ്രീയെ പറ്റി പഠിക്കുന്നുണ്ട്. ആ സംസ്ഥാനത്ത് വന്ന് സ്ത്രീ ശാക്തീകരണത്തെ പറ്റി പറയുന്നത് എത്രത്തോളം സംഗതമാണ് എന്നങ്ങ് പറയും. അതോടൊപ്പം തന്നെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് നമ്മൾ കേട്ടു ചെമ്മൻ കാരശ്ശേരി. പക്ഷേ പറയാതെ പോയ മറുപടികൾ വിങ്ങുന്നില്ലേ കേരളത്തിലെ മനസാക്ഷിയിൽ? അത് മറിയക്കുട്ടി വേദിയിലിരിക്കുമ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത് ആ വിഹിതം കൊടുക്കുന്നതിൽ കേന്ദ്രത്തിനും വലിയ താല്പര്യമില്ല എന്നാണ്. മറിയക്കുട്ടി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ് കേസ്. അവിടെ പി ടി ഉഷയും അഞ്ജു ബോബി ജോർജും മിന്നുമണിയും സ്റ്റേജിലിരിക്കുമ്പോൾ സാക്ഷി മാലിക്കിന്റെ കണ്ണീരടങ്ങിയിട്ടില്ല. ലോകത്തിന്റെ മുന്നിൽ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിയ സാക്ഷി കണ്ണീരോടെ ബൂട്ടൂരി വിരമിക്കൽ പ്രഖ്യാപിച്ചത് രാജ്യം കണ്ടു. രാജ്യം കൊടുത്ത പുരസ്കാരങ്ങൾ, ഹൃദയവേദനയിൽ തെരുവിൽ ഉപേക്ഷിച്ച കായിക താരങ്ങളെ കണ്ടു. ഒന്നാം തരം ഒരു പെണ്ണുപിടിയൻ അക്രമി എന്ന ഗുസ്തി താരങ്ങൾ ആരോപിച്ച ബ്രിജ്ഭൂഷന്റെ പാനൽ പിന്നെയും ഗുസ്തി ഫെഡറേഷൻ അധികാരത്തിലേക്കെത്തി. മണിപ്പൂർ അടക്കമുള്ള നരേന്ദ്രമോദി പറയാതെ പോയ മറുപടികൾ കേരളത്തിന്റെ മനസ്സാക്ഷിയിൽ ചോദ്യമായി നിൽക്കുന്നില്ലേ ശ്രീ എം എൻ കാരശ്ശേരി? ഇപ്പോഴും ഹാഷ്മി, എനിക്ക് ആദ്യം പറയാനുള്ളത്, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് ഒരു വനിതാ സമ്മേളനം നടത്തി എന്നുള്ളത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. കേരളം കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു വനിതാ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. കുടുംബശ്രീ എന്നുള്ളതോ തൊഴിലുറപ്പ് എന്നുള്ളതോ ആശാ വർക്കർ എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നുണ്ട് എപ്പോഴും സ്ത്രീകൾക്ക്. അപ്പോൾ കേരളത്തിലിപ്പോൾ തൊട്ട് മുമ്പാണ് വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന ആൾ നിരുപാധികം വിട്ടയക്കപ്പെട്ടത്. 3-4 കൊല്ലം മുമ്പ് ഉണ്ടായ വാളയാർ കേസിലെ ഇരകൾക്ക് ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല. കോഴിക്കോട്ട് ഒരു ICUയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല. കോഴിക്കോട്ട് എത്രയോ മാസം മുമ്പ് വയറിനകത്ത് കത്രിക വെച്ച് മറന്നുപോയ കേസിലെ ഹർഷിന എന്ന് പറയുന്ന സ്ത്രീക്ക് നീതി കിട്ടിയിട്ടില്ല. അങ്ങനെ അപ്പോൾ വികസനം എന്നുള്ളതിൻ്റെ മേലെയാണ് നീതി എന്നുള്ള ഒരടിസ്ഥാന സങ്കല്പം നമുക്ക് ജനാധിപത്യത്തിന് വേണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഈ സഭയെ അഭിമുഖീകരിച്ച് സംസാരിക്കുവാനുള്ള അർഹത കുറവാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നും ഈ സ്വാതന്ത്ര്യം കിട്ടി 75 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ സ്ത്രീകൾക്ക് തുല്യത എന്നൊരു സംഗതി ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ബ്രിജ്ഭൂഷൻ്റെ കേസ്. അദ്ദേഹം ആറാമത്തെ വട്ടമാണ് അദ്ദേഹം MP ആയിട്ടിരിക്കുന്നത്. ഇപ്പോൾ കിഷൻഗഞ്ചിലെ MP ആണ്. 4 വട്ടം അദ്ദേഹം BJP MP ആയിരുന്നു. ഒരു തവണ സമാജ്വാദി പോയി, പിന്നെ വീണ്ടും അന്നും MP ആയി, വീണ്ടും MP ആയി. അദ്ദേഹത്തിൻ്റെ പേരിൽ ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ 38 ക്രിമിനൽ കേസുകളുണ്ട്. അഴിമതി അടക്കം, കൊലപാതക കേസിലടക്കം പ്രതിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും പറ്റിയിട്ടില്ല. ഒരു പ്രായപൂർത്തിയാകാത്തൊരു കുട്ടിയടക്കം ആണ് ആ ഗുസ്തി ഫെഡറേഷനിലെ ആളുകൾ, പെൺകുട്ടികൾ, സാക്ഷി മാലിക് അടക്കമുള്ള ആളുകൾ പരാതിപ്പെട്ടത്. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പോൾ എന്തൊരു നാണക്കേടാണ് ഒരു രാജ്യത്തിന് വേണ്ടി അഖില ലോക പ്രശസ്തി നേടിക്കൊടുക്കുന്ന മട്ടിൽ സമ്മാനം വാങ്ങുന്ന കായിക താരങ്ങൾക്ക് അവർ അത്രയും പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെ അതിൽ പങ്കെടുത്തു, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. കാരണം ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന ആൾ ആ തരത്തിലുള്ള വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻ്റാണ്. അദ്ദേഹത്തെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 93-ൽ ടാഡ അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ് ബ്രിജ്ഭൂഷൺ. അദ്ദേഹം ഇപ്പോഴും സ്വന്തം പുത്രൻ ഏതൊക്കെ അതിന് വലുതൊന്നുമില്ല ഒന്നും. സ്വന്തം പുത്രൻ ഇയാൾ ഞങ്ങൾക്കുണ്ടാകുന്ന നാണക്കേട് സഹിക്കാൻ വയ്യാതെ പേരെടുത്ത് മഹാനാണ്. അദ്ദേഹം സ്വന്തം അച്ഛനെ വലയിലാക്കാൻ വേണ്ടിയാണ് ചെയ്തതെന്നാണ് ഞാൻ വായിച്ചത്. എനിക്ക് അറിഞ്ഞുകൂടാ, അച്ഛൻ്റെ പേര് ചോദിച്ചിരുന്നു എന്നാണ്. അതിരിക്കട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത്, എന്തെല്ലാം തരത്തിലിപ്പോൾ ബലാത്സംഗം എന്നുള്ളതാണ് ഇന്ത്യൻ സ്ത്രീ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഒരു ദിവസം 89 പേര് ശരാശരി ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ നരേന്ദ്രമോദി. ഇതുപോലെ അന്ധവിശ്വാസങ്ങളുടെ ഇരകളാണ് അവർ.
ഇപ്പോൾ ചൊവ്വാദോഷം നമ്മൾ ചൊവ്വയിലേക്ക് ഉപഗ്രഹമൊക്കെ വിടും, പക്ഷേ ചൊവ്വാദോഷം എന്നുള്ളൊരു അന്ധവിശ്വാസമായിട്ട് എത്രയാണ് സ്ത്രീകൾ കഷ്ടപ്പെടുന്നത്, സ്ത്രീധനത്തിൻ്റെ പേരിൽ എത്രയാണ് സ്ത്രീകൾ കഷ്ടം അനുഭവിക്കുന്നത്. ഇപ്പോൾ ഈ പ്രബുദ്ധ കേരളത്തിൽ ഈ അടുത്താണല്ലോ ഒരു ലേഡി ഡോക്ടർ ആത്മഹത്യ ചെയ്തത്. അങ്ങനെ ഗാർഹിക പീഡനങ്ങൾ എല്ലാ തരത്തിലും സ്ത്രീകൾ, ബസ്സിൽ സ്ത്രീകൾ സുരക്ഷിതരാണ് എന്ന് എത്ര സംസ്ഥാനത്ത് പറയാം, ട്രെയിനിൽ സുരക്ഷിതരാണ് എന്ന് എത്ര സംസ്ഥാനത്ത് പറയാം, ജോലി കിട്ടുമ്പോഴും പഠിക്കാൻ പ്രവേശനം കിട്ടുമ്പോഴും അവർക്ക് തുല്യത, നീതി കിട്ടുന്നുണ്ട് എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ഒരു പുരുഷാധിപത്യ സമൂഹം, ഒരു പുരുഷാധിപത്യ രാഷ്ട്രമായിട്ട് തുടരുകയാണ്. അപ്പോൾ അവിടെ എത്ര സ്ത്രീകൾ വന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തൃശ്ശൂരിൽ 2 ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുന്ന യോഗം സംഘടിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ആ സ്ത്രീക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളൊരു സൂചനയെ അഭിവാദ്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അത് ഈ വർത്തമാനത്തിൽ പോരാ. അതായത് വികസനം എളുപ്പമാണ്, നീതി അത്ര എളുപ്പമല്ല, നീതി എളുപ്പമല്ല. അപ്പോൾ കേരളത്തിലിപ്പോൾ ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ വികസനത്തെ പറ്റി പറഞ്ഞാലും, എന്തൊക്കെ പ്രബുദ്ധതയെ പറ്റി പറഞ്ഞാലും സ്ത്രീകൾക്ക് നീതി കിട്ടാത്ത ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അത്തരത്തിലൊരു സംസ്ഥാനം തന്നെയാണ് കേരളം എന്ന് പറയേണ്ടി വന്നത് എനിക്ക് അങ്ങേയറ്റം ലജ്ജയുണ്ട്. ജനാധിപത്യം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു അടുത്തിടെ ഞാൻ ഉറപ്പായി അങ്ങയിലേക്ക് എത്തും. ശ്രീ കാരശ്ശേരി മാഷ്.